അങ്ങനെ ഗൈസ് നമ്മൾ വീടെത്തി. ഞാനൊരു 6 മണിയോടുകൂടി എൻ്റെ വീടെത്തി കേട്ടോ. വീടെത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം അന്വേഷിച്ചത് മുന്നയാണ്. ഇതാണ് മുന്ന ഇത്രയും നാളെന്നെ കാണാതിരുന്നിട്ട് ഷുവറായിട്ട് എന്നെ മറന്നു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവൻ എന്നെ ഒത്തിരി നേരം മണത്തു, ബട്ട് തൊടാൻ അവൻ സമ്മതിച്ചില്ല. പൊതുവേ സ്ട്രേഞ്ചേഴ്സിനോട് അത്ര ഇണങ്ങാത്തൊരു ടൈപ്പാണ് മുന്ന അന്ന് സെറ്റായി വരാൻ എനിക്ക് ടൈം എടുക്കുന്നു അപ്പം മനസ്സിലായി. അങ്ങനെ കുറച്ച് നേരം ഞാൻ നോക്കിയിരുന്ന് പിന്നെ പോയി ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു. നാട്ടിലുള്ളപ്പോൾ എനിക്ക് ഇഡലി പുച്ഛമായിരുന്നെങ്കിൽ ഇപ്പം എനിക്കിത് സ്വർഗം കിട്ടിയ ഫീലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുക്കുക എന്നുള്ളതാണ്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ആ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല. എനിക്ക് നല്ലൊരു മേക്ക് ഓവർ ആവശ്യമാണ്. ബട്ട് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡ്രസ്സായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ഷോപ്പ് ചെയ്യാനായിട്ട് തന്നെ പോയി. ഇത് ഒറ്റപ്പാലുള്ള സ്റ്റുഡിയോ ആണ്. ആക്ച്വലി ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പേ ഇല്ല കേട്ടോ. ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ കുറച്ച് സമയം കൊണ്ട്. ഞാൻ അവിടെ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഉച്ചയ്ക്ക് ഒരു 1.5 സമയമായിട്ടുണ്ടായിരുന്നു. വിശക്കാത്തത് കൊണ്ട് ആത്മാവിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 ഷേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഡിസംബർ വിൻ്ററിൽ വന്നതുകൊണ്ട് ഇവിടുത്തെ വെതറായിട്ടൊന്ന് സെറ്റാവാൻ കുറച്ച് സമയം എടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി. സോ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയപ്പോൾ നല്ല ചെമ്പല്ലി വറുത്തത്. അങ്ങനെ ഇതാണ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യം കഴിച്ചതിൻ്റെ ലഞ്ച്. ഈ മെനു ഞാൻ തന്നെ പറഞ്ഞതാണ്. ചെമ്പല്ലി വറുത്തത് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡ്. അങ്ങനെ ഈവനിങ് നമുക്കൊരു ഫാമിലി വിസിറ്റ് ഉണ്ടായിരുന്നു. ഈ ക്യൂട്ടീസിനെ ഞാൻ അവിടെ വെച്ച് കണ്ടതാണ്. പൂച്ചയും പൂച്ചക്കുഞ്ഞുങ്ങളും എന്നും എൻ്റെ വീക്ക്നെസ്സാണ്. സോ ഞാൻ എവിടെ പൂച്ചയുണ്ടെങ്കിലും അവിടെ അങ്ങ് കിടക്കും. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന നാത്തൂനെ കാണാൻ പോയിട്ട് നാത്തൂനെ ശരിക്കും ഞാൻ കണ്ടിട്ടില്ല എന്നതാണ്. അല്ലെങ്കിലും പൂച്ചകളെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടോ? എൻ്റെ അറിവിൽ അങ്ങനത്തെ ആൾക്കാർ വളരെ കുറവാണ്. Look at those eyes, they are so precious. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ല കുഞ്ഞുങ്ങളായിരുന്നു. സോ ദിസ് ഈസ് മേക്ക് മൈ ഡേ. അപ്പോൾ ശരി, പിന്നെ കാണാം.